2025 അവസാനവും 2026 സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഈ മലയാള ഇൻഡസ്ട്രിയുടെ ഫാമിലി ഫ്രണ്ട്ലി ലവ്ലി ഫീൽ ഗുഡൊക്കെ ഉള്ള എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിട്ട് കൊച്ചു കുട്ടികൾ മുതൽ 100 വയസ്സ് കഴിഞ്ഞവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഒരു കുടുംബ ചിത്രം, നല്ലൊരു കുടുംബ ചിത്രമാണ് സർവമായ. ഈ സിനിമ സംവിധാനം ചെയ്ത സത്യൻ അന്തിക്കാടിന്റെ മകനായ നമ്മൾ ഈ പയ്യനും ഇതിന്റെ ഭാഗമായിട്ട് ഈ നിവിൻ പോളി എന്ന് പറയുന്ന നടനെ തിരിച്ചു കൊണ്ടുവരാൻ അവസരം ഒരുക്കി കൊടുക്കുകയും അതില് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച നിവിൻ പോളിക്ക് ഒപ്പം അതില് അഭിനയിച്ചിരിക്കുന്ന ഒരു ആത്മാവായിട്ട്, ഞാൻ കഥയൊന്നും ഒരിക്കലും പറയില്ല പ്രേക്ഷകരെ, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം, അതുകൊണ്ടാണ് പറഞ്ഞത്. ആത്മാവായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി ആൻഡ് സിൽക്കി എന്നൊക്കെ പറയുന്ന ഒരു സിൽക്കി, നമ്മൾ പറയില്ലേ പട്ടുനൂൽ പുഴുവിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് നെയ്തെടുത്തിട്ട് നിങ്ങൾ കല്യാണ സാരികളൊക്കെ ഉപയോഗിക്കൂലേ, സോ സോഫ്റ്റ് ആൻഡ് സിൽക്കി, ഗ്യാരണ്ടി, അത്ര നാച്ചുറൽ ഗ്യാരണ്ടി ഉള്ള നടി. അവൾ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ അവളുടെ ആത്മാവായിട്ട് വന്ന ഒരു സോളായിട്ട് വന്നിട്ടുള്ള അവളുടെ അഭിനയം എന്നെ അങ്ങോട്ട് ത്രസിപ്പിച്ചു കളഞ്ഞു കേട്ടോ. എന്താ അഭിനയം കൊച്ച്, അവളെ എന്ത് വാക്കുകളുണ്ട്. നാളെ അവളെ എവിടെ എത്തുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ എത്തട്ടെ, നല്ല നിലയിൽ എത്തട്ടെ, ഉഴപ്പാതെ നല്ല നിലയിൽ എത്തട്ടെ, റിസ്ക് എടുക്കട്ടെ. കാരണം നായികയ്ക്ക് വേണ്ടി ഒരു ഹൈറ്റും ഇല്ല. ഇനി ഭയങ്കര ബ്യൂട്ടി എന്നിട്ടല്ല, ഒരു ഷോർട്ട് കുട്ടിയായ ഇച്ചിരി വൈറ്റൊക്കെ ഉള്ളൊരു നോർമൽ കുട്ടി. അവൾ എന്തെങ്കിലും ഇച്ചിരി കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം, ഈ ഇൻഡസ്ട്രി പറയുന്ന കുറവുകൾ, അതെല്ലാം തന്നെ അവൾ ക്രോസ് ചെയ്തിട്ട് ആത്മാവായിട്ട് അഭിനയിച്ചിരിക്കുന്ന, പ്രണയത്തിന്റെ തീജ്വാലയിൽ ആളിക്കത്തി ഇറങ്ങി അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം. കാരണം ഞാൻ ഇപ്പോഴും നിവിൻ പോളിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പ്രേക്ഷകർ മനസ്സിലാക്കൂ, ഞാൻ ഇപ്പോഴും സോ ബ്യൂട്ടി 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 എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ കുട്ടി അതിലോട്ട് ഇൻവോൾവ് ചെയ്ത് അഭിനയിച്ച കഥാപാത്രം. ഈ സോളായിട്ട് അഭിനയിച്ചത്, ഈ സോളായിട്ട് ആ കുട്ടിക്ക് ഒരു അനുഭവങ്ങളും ലൈഫിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കഥാപാത്രം കിട്ടി